അണികളെ എല്ലാവർക്കും മേക്കെ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈവിൽ വന്നിട്ട് എൻ്റെ നന്ദു എന്ന് പറയുന്ന നന്ദു സതീഷ് എന്ന് പറയുന്ന ഐഡിയിലുള്ള എൻ്റെ ഒരു ചങ്ക് എന്നോട് ചോദിച്ചു, ഏക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് ചാനൽ തുടങ്ങുക എന്നുള്ളത്. നന്ദുവിനോട് പല ആൾക്കാരും പറഞ്ഞു ചാനൽ തുടങ്ങിയാൽ പ്രശ്നമാണ്, എന്താ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു. ഞാൻ നന്ദുവിനോട് പറഞ്ഞു, കഷ്ടപ്പാടൊന്നും അല്ല നന്ദു, കുറച്ച് നിൻ്റെ സമയം ഇതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിലുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിലുള്ള കഷ്ടപ്പാട്. അല്ലാണ്ട് വേറെ നമ്മൾ തുമ്പ് എടുത്ത് കളക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. അതാണ് കഷ്ടപ്പാട്. ഇത് കഷ്ടപ്പാടല്ല, ഇത് നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മൾ കഷ്ടപ്പാടായിട്ട് കാണുന്നത്. അല്ലാണ്ട് ഇതിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. അത്രയോ സമയം നമ്മൾ ഇതിൽ ഉണ്ടാവുമല്ലേ മാറ്റി വെക്കാൻ. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയം, അങ്ങനെയുള്ള സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടാണ് നമ്മൾക്ക് ചാനലിന് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ നന്ദുവിനോട് പറഞ്ഞു, നീ അതൊന്നും മറ്റുള്ളവർ പറയുന്നതൊന്നും നീ കേൾക്കണ്ട, നീ ചാനൽ തുടങ്ങ്, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിനക്ക് തരാം. യൂട്യൂബിൻ്റെ സംബന്ധമായ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നന്ദുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദുവിന് മാത്രമല്ല, നന്ദുവിനെ പോലെ വളർന്നു വരുന്ന കുറേ യൂട്യൂബേഴ്സ്, അതായത് കുഞ്ഞു ചാനലുകൾ ഉള്ളവരും ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബൈ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പ് എടുക്കുക. ഇവിടെ താഴെയായിട്ട് യു എന്നുള്ളത് കാണിക്കുക. യു എന്നോ നിങ്ങളെ ചാനലിൻ്റെ പേരുണ്ടെങ്കിൽ ആ പേരാന്ന് കാണിക്കുക. യു എന്ന് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ. അപ്പോൾ ഇതാ നമ്മളെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മളെ ചാനൽ കേട്ടോ. വ്യൂ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിലേക്ക് പോവാം നമുക്ക്. അതിന് ശേഷം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ യുവർ വീഡിയോസ് എന്ന് കാണാം. കുറച്ച് താഴോട്ട് വരുമ്പോൾ അതാണ് യുവർ വീഡിയോസ് കണ്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ താഴോട്ട് വരിക. യുവർ വീഡിയോ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ, ഇപ്പം നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് വീഡിയോസ് ഒന്നും കാണിക്കില്ല. ഡ്രാഫ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല, ഇതൊരു ചാനൽ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലസ് ഐക്കൺ കാണുന്നെടുക്കുക, നടുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ അവിടെ വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് എന്നെല്ലാം കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് പോലെ കണ്ട, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയിലേക്ക് പോകാം. ഇപ്പോൾ അവിടെ വലിയ ലോങ് വീഡിയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഷോർട്സ് കാണിച്ചിരുന്നത്. അപ്പോൾ ഷോർട്സിന് ഒരു വീഡിയോ ഞാൻ സെലക്ട് ആക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ആക്കിയതാണ്. അപ്പോൾ അത് നേരെ ഡൗൺലോഡ് ആകുന്നുണ്ട്. അത് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് ഡൗൺലോഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സോങ് പ്ലേ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാട്ട് ചേർക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ആഡ് മ്യൂസിക് എന്നുള്ളതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് പോയിട്ട് ഏതാ മ്യൂസിക് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇവിടെ ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചെടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക് ആക്കണം കേട്ടോ. പബ്ലിക് ആക്കണം. പബ്ലിക്കിന് മുന്നേ അൺലിസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല, പിന്നെ പബ്ലിക് ആക്കിയാൽ മതി. അതിന് ശേഷം അതിൻ്റെ താഴെ വരുമ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മറ്റേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്സിന് മാത്രമേ കാണാൻ പറ്റുമേ, അതുകൊണ്ടാണ് നോ കൊടുക്കേണ്ടത്. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ, അവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എഴുതി കൊടുക്കുക. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിലും ഇംഗ്ലീഷിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. എന്നിട്ട് #ടാഗ് ഇട്ടിട്ട് കുറച്ച് വൈറൽ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, പിന്നെ യൂട്യൂബിൻ്റെ പേര്, ചാനലിൻ്റെ പേര്, അങ്ങനെ എന്താണ് നിങ്ങൾ ഇട്ട പോസ്റ്റ് അതൊക്കെ #ടാഗ് ഇട്ടിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ AI വീഡിയോ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ടാഗ് കൊടുക്കുക, വൈറൽ ടാഗ് എന്നോ എന്ത് ടാഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗ് കൊടുക്കുക. ആ ടാഗ് അടിക്കുമ്പോൾ മറ്റുള്ള ചാനലുകാർ ആ ടാഗ് അടിക്കുമ്പോൾ അവർക്ക് നമ്മളെ വീഡിയോ പോവും. അപ്പോൾ അതിന് ഏതെല്ലാം ടാഗ് കൊടുക്കാൻ പറ്റുമോ അത്രയും ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാഗ്സ് എല്ലാം യൂട്യൂബുകാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് അതിൽ പോയി കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ടാഗ്സ് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെ അപ്ലോഡ് വീഡിയോ എന്നുണ്ടാകും.
അപ്ലോഡ് ഷോർട്ട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനാണത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ അപ്ലോഡായി. അപ്പോൾ ഈ വീഡിയോ എൻ്റെ മുത്തുമണികൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നോക്കൂലേ. അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.